ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. HSA എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാർട്ട് എ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തൊണ്ടേക്ക് ഡെവലപ്ഡ് ദ ഓപ്ഷൻ എ ലോ ഓഫ് എഫേർട്ട്, ഓപ്ഷൻ ബി ലോ ഓഫ് എനർജി, ഓപ്ഷൻ സി ലോ ഓഫ് എഫ്ലൂഷൻ, ഡി ലോ ഓഫ് ഇഫക്റ്റ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? തൊണ്ടേക്ക് ഡെവലപ്ഡ് ലോ ഓഫ് ഇഫക്റ്റ്. ഓക്കെ, answer is Thondike developed the law of effect. അപ്പോൾ 3 laws, main laws of Thondike ഏതൊക്കെയാണ്? law of effect, law of exercise, law of readiness. okay, law of effect, law of exercise and law of readiness. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, to encourage children to enjoy arithmetic you should option A punish them when they make a mistake, B reward them every time they get an answer right, option C sometimes surprise them with a reward when they get an answer right, D ignore them. more appropriate ആയിട്ടുള്ള ആൻസർ ഏതാണ്? അതായത് sometimes surprise them with a reward when they get an answer right. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. after being bitten by a big Alsatian dog, Hugo was scared of other big dogs, but he was not scared of little dogs like Chihuahuas. This pattern demonstrate option A shaping, option B negative punishment, option C discrimination, option D latent learning. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ദിസ് പാറ്റേൺ ഡെമോൺസ്ട്രേറ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചോക്ക് ബോർഡ് ഇസ് എ കൈൻഡ് ഓഫ് ഓപ്ഷൻ എ വിഷ്വൽ എയ്ഡ്, ഓപ്ഷൻ ബി ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓപ്ഷൻ സി പ്രൊജക്റ്റഡ് എയ്ഡ്, ഓപ്ഷൻ ഡി നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? വിഷ്വൽ എയ്ഡ് ആണ് അല്ലേ? ചോക്ക് ബോർഡ് ഇസ് എ കൈൻഡ് ഓഫ് വിഷ്വൽ എയ്ഡ്. അപ്പം ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് നോക്കാം. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇതിൽ പ്രൊജക്റ്റഡ് എയ്ഡ്, അതുപോലെ തന്നെ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. ഓക്കെ, പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്നത് ഫിലിം സ്ട്രിപ്സ്, സ്ലൈഡ് പ്രൊജക്ടർ, ഓവർ ഹെഡ് പ്രൊജക്ടർ, LCD പ്രൊജക്ടർ. ഓക്കെ, LCD പ്രൊജക്ടർ, അതുപോലെ തന്നെ ഒപ്പേക്ക് പ്രൊജക്ടർ. ഇതൊക്കെ പ്രൊജക്റ്റഡ് എയ്ഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് തന്നെ 3 ഡയമെൻഷണൽ എയ്ഡ്സ് ഉണ്ട്. 3 ഡയമെൻഷണൽ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റി എയ്ഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഫോർ എക്സാമ്പിൾ മോഡൽസ്, ഓക്കെ, സ്പെസിമെൻസ്, അതുപോലെ തന്നെ പപ്പറ്റ്സ്. വിഷ്വൽ എയ്ഡ്സ് ആണെങ്കിലോ ബ്ലാക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, ഓക്കെ, ഫ്ലനൽ ബോർഡ്, കാർട്ടൂൺസ്, ഡയഗ്രാംസ്, ഫ്ലാഷ് കാർഡ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഓഡിയോ എയ്ഡ്സ് ആണെങ്കിൽ റേഡിയോ റെക്കോർഡിങ്സ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏതൊക്കെയാണ്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എക്സാമ്പിൾ ടെലിവിഷൻ, തന്നെ മോഷൻ പിക്ചേഴ്സ്, ഇതൊക്കെ സൗണ്ട് മോഷൻ പിക്ചേഴ്സ്, ഇതൊക്കെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിൾ ആണ്. ആക്ടിവിറ്റി എയ്ഡ്സ് ആണെങ്കിലോ എക്സാമ്പിൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഫീൽഡ് ട്രിപ്സ്, ഓക്കെ, ഡ്രമാറ്റിക്സ്, ഡെമോൺസ്ട്രേഷൻ, ഇതൊക്കെ ആക്ടിവിറ്റി എയ്ഡ്സിന് എക്സാമ്പിൾസ് ആണ്. പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫിലിം സ്ട്രിപ്പ്, സ്ലൈഡ് പ്രൊജക്ടർ, ഓവർ ഹെഡ് പ്രൊജക്ടർ, LCD, ഒപ്പേക്ക് പ്രൊജക്ടർ. 3 ഡയമെൻഷണൽ എയ്ഡ്സ് വരുന്നത് മോഡൽസ്, സ്പെസിമെൻസ്, മോക്കപ്സ്, പപ്പറ്റ്സ് എക്സെട്ര. അതുപോലെ തന്നെ വിഷ്വൽ എയ്ഡ് ആകുമ്പോൾ ബ്ലാക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, കാർട്ടൂൺസ്, ഡയഗ്രാംസ്, ഫ്ലാഷ് കാർഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ ആക്ടിവിറ്റി എയ്ഡ്സിൽ CAI, ഡെമോൺസ്ട്രേഷൻ, ഡ്രമാറ്റിക്സ്, ഫീൽഡ് ട്രിപ്പ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓഡിയോ വിഷ്വൽ എയ്ഡിൽ വരുന്ന ടെലിവിഷൻ, സൗണ്ട് മോഷൻ പിക്ചേഴ്സ്. ഓഡിയോ എയ്ഡ്സിൽ റേഡിയോ റെക്കോർഡിങ്സ്. ചോക്ക് ബോർഡ് ഇസ് എ കൈൻഡ് ഓഫ് വിഷ്വൽ എയ്ഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ LCD പ്രൊജക്ടർ ഇസ് എ കൈൻഡ് ഓഫ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? അതായത് വിഷ്വൽ ഇൻസ്ട്രക്ഷണൽ ഡിവൈസസ് വിച്ച് ആർ ഷോൺ വിത്ത് എ പ്രൊജക്ടർ ആർ കോൾഡ് പ്രൊജക്ടർ എയ്ഡ്സ്. ഓക്കെ, എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്? അതായത് വിഷ്വൽ ഇൻസ്ട്രക്ഷണൽ ഡിവൈസസ് വിച്ച് ആർ ഷോൺ വിത്ത് എ പ്രൊജക്ടർ, വി ആർ കോൾഡ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്. എപ്പിസ്കോപ്പ് അല്ലെങ്കിൽ എപ്പിഡയോസ്കോപ്പ് ക്യാൻ പ്രൊജക്ട് ഒപ്പേക്ക് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ എപ്പിഡിയാസ്കോപ്സ് ക്യാൻ പ്രൊജക്ട് ഇമേജസ് ഓഫ് ബോത്ത് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഒപ്പേക്ക് ഇമേജസ്. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മേജർ അസംപ്ഷൻ ഓഫ് ജെസ്റ്റാൾട്ട് സൈക്കോളജി ഈസ് ദാറ്റ് ലേണർ റെസ്പോണ്ട് ടു മീനിങ്ഫുൾ ഹോൾസ്. Option B, perception is the only learning process. Option C, problem solving is essential to learning.
ഓപ്ഷൻ ഡി സിംപ്ലിസിറ്റി ഓഫ് എലമെന്റ്സ് ഈസ് എസെൻഷ്യൽ ടു ലേണിംഗ്. അപ്പോൾ ദ മേജർ അസംഷൻ ഓഫ് ജസ്റ്റാർഡ് സൈക്കോളജി എന്താണ്? അതായത് മീനിങ്ഫുൾ ഹോൾ അല്ലെങ്കിൽ പെർസെപ്ഷൻ ആസ് എ ഹോൾ. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓൺലി ലൈസൻസ്ഡ് ഫ്ലാഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ ഇന്ത്യ ഇസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലേസസ്? ഹുബ്ലി. ഓക്കെ, ഹുബ്ലി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് റിട്ടൺ ദ ബുക്ക് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ? കപിൽ ദേവ് ആണ്. ഓക്കെ, Kapil Dev. Maitri Divas is celebrated every 6th December by India to commemorate the diplomatic ties with which country? Option A Sri Lanka, option B Pakistan, option C Bangladesh, option D Nepal. ഏതാണ്? ഓപ്ഷൻ സി ബംഗ്ലാദേശ്. ഓക്കെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, the Salal hydroelectric power station is built across which river in Jammu and Kashmir? ഏതാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി രവി, ഓപ്ഷൻ സി ചിനാബ്, ഓപ്ഷൻ ഡി ബിയാസ്. ദ സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് ബിൽഡ് അക്രോസ് ചിനാബ്. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ 2021 വാസ് awarded to ഡേവിഡ് ജൂലിയസ് ആൻഡ് അർഡം പാറ്റ പൗട്ടിൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, which leader started the anti-untouchability agitation at Tali Temple? C. Krishnan. Okay. 13ാമത്തെ question, in India, when did the second phase of COVID-19 vaccination started? Okay. Option A December 2020, option B January 2021, option C February 2021, option D March 2021. Second phase of COVID-19 vaccination started on March 2021. That's 1st March 2021. 14ാമത്തെ question, who is the new chairman of National Commission for Scheduled Caste? Option A Vijay Sampla, option B Ajit Doval, option C Kumar Murmure, option D Suneet Singh. Who is the new chairman of National Commission for Scheduled Caste? Vijay Sampla. 15ാമത്തെ question, who is the recipient of Jnanapeeth Award 2021? Damador Mauzo. Okay. Konkani language. Okay. In Konkani language. നിൽമണി ഫൂക്കാൻ 2020 ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് നിൽമണി ഫൂക്കാൻ. ഓക്കെ. 56th ജ്ഞാനപീഠ അവാർഡ്. ഇത് 57th ജ്ഞാനപീഠ അവാർഡാണ്. 57th ജ്ഞാനപീഠ അവാർഡ്. അതുപോലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഓക്കെ. 2019 55th ജ്ഞാനപീഠ അവാർഡ് ജേത 55ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ. മലയാളം ലാംഗ്വേജ്. അമിതാഭ് ഘോഷ് 2018 ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് പഴശ്ശിരാജ ഡൈഡ്? 8. ആൻസർ ഓപ്ഷൻ എ 1805 November 30. ഓക്കെ. 1805 November 30. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള? KM പണിക്കർ, PN പണിക്കർ, ഓപ്ഷൻ എ KM പണിക്കർ, ഓപ്ഷൻ ബി PN പണിക്കർ, ഓപ്ഷൻ സി വള്ളത്തോൾ, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഹു ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള? PN പണിക്കർ. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് ദ വിന്നർ ഓഫ് 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്? ഹു ഈസ് ദ വിന്നർ ഓഫ് 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്? ആൻസർ ഡേവിഡ് ഡിയോപ്പ്. ഓക്കെ. David Diop has become the first French writer to win the International Booker Prize. Okay. In his novel At Night All Blood is Black. രാമൻ ഗാൽഗട്ട് 2021 മാൻ ബുക്കർ പ്രൈസ് ജേതാവാണ്. ദ ബുക്ക് ദ പ്രോമിസ്. ഓക്കെ. ഡഗ്ലസ് സ്റ്റുവർട്ട് 2020 മാൻ ബുക്കർ പ്രൈസ് ജേതാവാണ്. ബുക്ക് ഷെഗ്ഗി Bay. Who among the following was regarded by Mahatma Gandhi as his political guru? Option A Gopalakrishna Gokhale, option B Firoz Shah Mehta, option C Balagangadhar Tilak, option D Dadabhai Naoroji. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഹാഡ് ഫൗണ്ടഡ് ദ ഇൻഡിപെൻഡന്റ് ലീഗ്? റാഷ് ബിഹാരി ബോസ്, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി Mahatma Gandhi, option D Motilal Nehru. Independent League founded by Motilal Nehru. Okay.